എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ റിന്നിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പ്രത്യേക ടൈപ്പ് ഓറ പുറത്തേക്ക് വരുന്നതായിരിക്കും. റിൻ പറയും, മാച്ച് തുടങ്ങി പതിയെ പതിയെ തീരാറാകുന്ന സമയമായപ്പോഴത്തേന് എല്ലാവരുടെയും സെൻറ്റർ ഓഫ് ഫോക്കസ് ഇസാഗിയിലേക്ക് മാറി. ഇപ്പം കണ്ടാൽ വിചാരിക്കും ഇസാഗിയാണ് ഈ ഹോൾ ഗെയിം തന്നെ കൺട്രോൾ ചെയ്യുന്നത്. അതിന് ഞാൻ സമ്മതിക്കത്തില്ല. ഈ ഗെയിം എൻ്റെ സ്റ്റോറിയാണ്, ഇത് എൻ്റെ മാച്ചാണ്, ഇവിടുത്തെ മാൻ ഓഫ് ദി മാച്ച് ഞാനാണ്, ഇവിടുത്തെ ഹീറോ ഞാനാണ്, ഇനി ഞാനടിക്കും ലാസ്റ്റ് ഗോൾ, എല്ലാവരുടെ ഫോക്കസ് എൻ്റെ നേരെ കൊണ്ടുവരും, സായിയെ ഞാൻ പ്രൂവ് ചെയ്യും. അപ്പുറത്താണെങ്കിൽ നമ്മൾ ഇസാഗി എന്തിക്കും, ശരിക്കും പറഞ്ഞാൽ ഇതന്നെല്ലാം കാരണം റിന്ന് എല്ലാത്തിനും ഒരു ഓപ്പൺ ഇട്ട് കൊടുക്കുന്നതിൻ്റെ കാരണം ഇവർക്കെല്ലാം ഈ ഗോൾ അടിക്കാൻ പറ്റിയ. ഇനി അത് പറ്റത്തില്ല, ഇനി ഞാനായിരിക്കണം ആ ഓപ്പൺ ഇട്ട് കൊടുക്കുന്നത്, ഇനി ഞാനായിരിക്കണം ഗോൾ സ്കോർ ചെയ്യുന്നത്. പിന്നെ ട്രാൻസ് കാണുമായിട്ട് നമ്മളെല്ലാം നമ്മുടെ ഫുൾ മാക്സ് പൊട്ടൻഷ്യലിൽ ചെന്നും പരസ്പരം അങ്ങോട്ടും വിശ്വാസവും എല്ലാം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ ഗോൾ അടിക്കാൻ പറ്റിയത്. അതുപോലെ ഇനി നമ്മൾ ഒന്നുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് U20 തോൽപ്പിക്കാൻ പറ്റും. അപ്പുറത്താണ് നമ്മുടെ ബ്ലൂ ലോക്കിലെ എല്ലാ പ്ലേയേഴ്സും നല്ലവണ്ണം ഹൈപ്ഡ് അപ്പ് ആവും. അവർക്ക് ഗോൾ സ്കോർ ചെയ്ത് ജയിച്ചിട്ടേ പോകത്തുള്ളതെന്ന് പറഞ്ഞാൽ അവർ ഹൈപ്ഡ് അപ്പായി സെറ്റായി കഴിയും. പക്ഷെ അവരെക്കാളും ഹൈപ്ഡ് അപ്പ് സെറ്റായിട്ട് നിൽക്കുകയായിരുന്നു നമ്മുടെ ഇസാഗി റിനും. രണ്ടുപേർക്കും ഒറ്റ ലക്ഷ്യമുള്ളൂ, ഈ മാച്ചിനെ തന്നെ ഡോമിനേറ്റ് ചെയ്ത് ഫൈനൽ ഗോൾ അവരുടെ പേരിൽ തന്നെ എഴുതി അങ്ങ് വെക്കണം. അതിനുശേഷം ബോൾ നമ്മുടെ ഷിതോയുടെ കയ്യിലായിരിക്കും. ഷിതോ സായോട് ചോദിക്കും, നീ റെഡിയാണോ ജീനിയസ് എന്ന് ചോദിക്കും. അതിന് സായ പറയും, നീ പറക്കാൻ റെഡി ആവിടാന്ന് പറയും. അങ്ങനെ പറഞ്ഞ് അടുത്ത സെറ്റ് സ്റ്റാർട്ട് ആവുകയാണ് ഗൈസ്. ഇപ്പോൾ നമ്മുടെ സ്റ്റേഡിയമാണെങ്കിൽ ഫുൾ ഹൈപ്ഡായിട്ട് ചിയറിങ്ങിൽ നിൽക്കുമായിരിക്കും ഗൈസ്. കാരണം മാച്ചിൻ്റെ ഫൈനൽ സമയത്തേക്ക് എത്തിക്കഴിഞ്ഞു. നമ്മുടെ സായുടെയിലായിരുന്നു ബോൾ. സായ് നേരെ ബോളും കൊണ്ട് നമ്മുടെ വരും. ഫ്രണ്ടിലാണ് ഇസാഗി നിൽപ്പുണ്ടാവും. ഇസാഗിക്ക് മനസ്സിലായി ഇവനെ എങ്ങനെയും തടുത്തേ പറ്റത്തുള്ളൂ. പക്ഷേ ഇസാഗിയെക്കാളിലും ഇവരെക്കാളിലും എല്ലാം 2 പടി ഫ്രണ്ടിലായിരുന്നു നമ്മുടെ സായ്. ഇസാഗിയുടെ നേരെ നമ്മുടെ സായ് ട്രിബിൾ ചെയ്തുകൊണ്ട് വരുന്നുണ്ടാവും. അവൻ്റെ ഉള്ളിൽ നിന്നൊരു പ്രത്യേക കളറിൽ പിങ്ക് കളറിൽ ഓറ പുറത്തേക്ക് വരുമായിരിക്കും. ഇത് കണ്ട് നമ്മുടെ ഇസാഗി ഒന്ന് ഞെട്ടും. നമ്മുടെ ഇസാഗിയെ നിമിഷ നേരം കൊണ്ട് നമ്മുടെ സായ് ട്രിബിൾ ചെയ്തുകൊണ്ട് പോകും. ഇത് കണ്ടപ്പോൾ നമ്മുടെ ഇസായിക്ക് തന്നെ മനസ്സിലായി ശരിക്കും സായി എത്രമാത്രം സ്കിൽഡ് ആയിട്ടുള്ള പ്ലെയറാണ്. ഇത്രയും നേരം ജസ്റ്റ് ചുമ്മാ കളിക്കുമായിരുന്നു. ഇപ്പോഴാണ് അവന് ശരിക്കുള്ള പൊട്ടൻഷ്യൽ അൺലോക്ക്ഡ് ആയത്. അവൻ ബ്ലൂ ലോക്കിലെ ഓരോ ഡിഫൻഡേഴ്സിനെ ഈസി ആയിട്ട് താണ്ടി പോയി. ഇത് കണ്ട റിൻ അവൻ്റെ അടുത്ത് വന്നു ബ്ലോക്ക് ചെയ്യാൻ, ബട്ട് നോ യൂസ്. വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് റിന്നിനെ താണ്ടിപ്പോയി. ഇത് കണ്ട റിൻ ഒന്ന് വിഷമിച്ചു. കാരണം ഇത്രയും കാലമായിട്ട് ഇത്രയും കഷ്ടപ്പെട്ടിട്ടും ഇത്രയും സമയം കഴിഞ്ഞിട്ടും ഇവിടം വരെ വന്നിട്ടും അവന് ഈ സായിയെ ഒന്ന് തൊട്ടാൻ പോലും പറ്റിയില്ലെന്ന് ഓർത്തൊരു വിഷമം. ശേഷം റിന്ന അവൻ്റെ പാസ്റ്റ് ആലോചിക്കുമായിരിക്കും. ആ ട്രാജഡിയും സാഡ്നെസ്സും കൊണ്ട് നിറഞ്ഞ ആ പാസ്റ്റ്. എപ്പോഴും ഇങ്ങനെ സായി എപ്പോഴും അവനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകും. എപ്പോഴും ആ ഇരുട്ടത്തേക്ക് അവനെ തള്ളിയിട്ടിട്ട് അവൻ മാത്രം വെളിച്ചത്തേക്കും ഗോളിലേക്കും തപ്പിപ്പോവും. സായിക്ക് റിന്നിൻ്റെ ഉപയോഗമില്ലെന്ന് അറിഞ്ഞ് ആ നിമിഷം തൊട്ട് നമ്മുടെ റിന്നിനെ ഉപേക്ഷിച്ചതാണ്. പിന്നെ അവിടെ നിന്നേ വരെ നമ്മുടെ സായി റിന്നെ അന്വേഷിച്ചിട്ടോ തിരക്കിയിട്ടോ ഒന്നുമില്ല. ഇതിനി മതി, ഇതിവിടം കൊണ്ട് തന്നെ നിർത്തണം എന്ന് പറഞ്ഞ് നമ്മുടെ സായ് രണ്ടും കളിപ്പിച്ച് എണ്ണിക്കും. നീ എൻ്റെ തന്നെ ചേട്ടനല്ലേടാ, ഒരേ അച്ഛനും അമ്മയും തന്നെയാണ് അമ്മക്കുള്ളത്, അപ്പം നിനക്ക് എന്ത് ചെയ്യാവും, അത് എനിക്കും ചെയ്യാൻ പറ്റും. രണ്ടുപേർക്കുള്ള ജീൻസ് ഒന്നാണെങ്കിൽ സ്കില്ലും ഒന്നും തന്നെ ആയിരിക്കത്തില്ലടാന്ന് പറഞ്ഞ് നമ്മുടെ റിന്നാണെങ്കിൽ സായിയുടെ എല്ലാ മൂമെൻറ്റ്സും എല്ലാ സ്കിൽസും എല്ലാ രീതിയിലും അവനുള്ള എയിം ഷോട്ട് എല്ലാം അപ്പം തന്നെ അവിടെ ഇരുന്ന് തന്നെ അനലൈസ് ചെയ്തിട്ട് ഒരു പ്രത്യേക ഓറ അവൻ്റെ പുറകെ വരാൻ തുടങ്ങും. അവൻ നമ്മുടെ സായിയെ ലക്ഷ്യമാക്കി ഓടാൻ തുടങ്ങും. അതിനുശേഷം നമ്മുടെ സായി നമ്മുടെ വീണ്ടും കുറച്ച് അനലൈസ് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ സായി യൂക്കിമിയെ ഫേസ് ടു ഫേസ് വരും. നമ്മുടെ 1-on-1 എംപയറിനെയൊക്കെ നിമിഷ നേരം കൊണ്ടാണ് നമ്മുടെ സായി താണ്ടി ഡിഫീറ്റ് ചെയ്ത് പോകും. ഇതുകൊണ്ട് നമ്മുടെ യൂക്കിമിയെ പോലും ഒന്ന് ഞെട്ടിപ്പോവും. ഇതിനുശേഷം നമ്മുടെ റിം പറയാൻ തുടങ്ങും, എൻ്റെ ചേട്ടൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അവന് ഗ്രൗണ്ടിൽ ഒരു ബ്യൂട്ടിഫുൾ ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കണം. അതിന് വേണ്ടി അവന് ഒരു അടിപൊളി സ്ട്രൈക്കറിനെ വേണം, ഒരു ഡെവിളിനെ പോലെ ഇരിക്കുന്ന ഒരു ഈഗോയിക് സ്ട്രൈക്കർ. എന്നാലേ അവൻ്റെ ഫുൾ ടാലൻറ്റ് ഇല്ലെങ്കിൽ അവൻ്റെ ഡ്രീം ബെസ്റ്റ് മിഡ്ഫീൽഡർ ആവുക എന്നുള്ള ആ ഒരു ഡ്രീം സക്സസ് ചെയ്യാൻ പറ്റൂ. അതിന് വേണ്ടി അവൻ എനിക്ക് പകരം ഷിതോയെ എടുത്തേ. അവന് വേണ്ട രീതിയിലുള്ള ഒരു ഈഗോയിസ്റ്റ്. അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ ആര്യു നമ്മുടെ സായിയുടെ ഫ്രണ്ടിൽ വരും. പിന്നെ നമ്മുടെ സായിക്ക് ഒരു ഓപ്ഷൻ ഇല്ലായിട്ട് അവൻ നേരെ ലോങ് പാസ് വെച്ച് കൊടുക്കും നമ്മുടെ ഷിതോയുടെ അടുത്തേക്ക്. ഷിതോ ബോളിന് വേണ്ടി ജമ്പ് ചെയ്യും. എന്നിട്ട് പറയും, ഷിതോ നീ ബോൾ ഫസ്റ്റ് കാല് തൊട്ടാലേ ഗോൾ കയറത്തുള്ള പറയും. ഷിതോ അവൻ്റെ ഫുൾ ഫോഴ്സ് യൂസ് ചെയ്യും. അതിനുശേഷം നമ്മുടെ ഷിതു അവൻ്റെ ഫുൾ എയിം ബോളിൽ കൊടുക്കുമ്പം അവൻ്റെ പുറയിൽ നിന്നൊരു ബീസ്റ്റ് വരുന്ന പോലെ ഇത്തോഷി റിൻ അറിയാമായിരുന്നു നമ്മുടെ സായി ഷിതോയ്ക്ക് പാസ് കൊടുക്കുമെന്ന്. അതുകൊണ്ട് ആ ബോളിനെ എന്തായാലും അവന് തടുക്കാൻ പറ്റത്തില്ല. അതിന് പകരം അവൻ്റെ ഫേസ് ആ ബോളിന് പകരമായിട്ട് വെക്കും. നമ്മുടെ ഷിതോയുടെ കാല് സ്ട്രെയിറ്റ് വന്ന് നമ്മുടെ ഇത്തോഷി റിന്നിൻ്റെ തലയിലേക്ക് വന്ന് ഇടിയും. ആ റിൻ അവിടെ വീഴുകയും ചെയ്യും. അങ്ങനത്തെ ഒരു അടിയായിരുന്നു.
ഇത് കണ്ട് നമ്മുടെ ഇസാഗി ഒന്ന് ഞെട്ടിപ്പോവും. കാരണം ഒരു ഗോളിന് വേണ്ടി നമ്മുടെ റിൻ അവൻ്റെ ബോഡി തന്നെ ഉപയോഗിച്ച് ആ ഗോളും തടയാൻ വേണ്ടി. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എല്ലാവരും അവരവരുടെ പ്ലേയിങ് സ്റ്റൈൽ മാറ്റിക്കൊണ്ടിരിക്കുക. കാരണം ഈ ഗെയിമായിട്ട് അഡാപ്റ്റ് ആവും, ഈ ഗ്രൗണ്ടായിട്ട് അഡാപ്റ്റ് ആയി അവരവരുടെ ഫ്ലോ സ്റ്റൈലിലേക്ക് കയറാൻ വേണ്ടി. ശരിക്കും പറഞ്ഞാൽ ഇസാഗി ഭയങ്കരമായിട്ട് അങ്ങ് ഹൈപ്ഡ് അപ്പ് ആവും. അവൻ റിന്നെ നല്ലോണം അപ്രീഷിയേറ്റ് ചെയ്യും. എന്നിട്ട് മനസ്സോട് ആലോചിക്കുകയും ചെയ്യും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സായി അവൻ്റെ ഫ്ലോ സ്റ്റേറ്റിൽ കയറിയെന്നാണ് നമ്മുടെ സായിക്ക് തോന്നുന്നത്. പക്ഷെ അതുകൊണ്ടുള്ള ഏറ്റവും കൂടുതൽ ഉപയോഗം ആർക്കാ? റിന്നിന് തന്നെ. റിൻ അതുകൊണ്ട് അവനവൻ്റെ പ്ലേ സ്റ്റൈലും മാറ്റി അവന് ലിറ്ററലി ബീസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ സായിക്ക് തന്നെ ഡൗട്ടുണ്ട് റിന്ന് സായിയെ ബീറ്റ് ചെയ്യുമെന്ന് തന്നെ. ഈ യുദ്ധം തീരുമ്പോൾ എന്തായാലും നമുക്ക് കാണാമെന്ന് പറഞ്ഞ് അടുത്ത മാച്ച് അവിടെ സ്റ്റാർട്ടാവും. അങ്ങനെ നമ്മുടെ റിയോ കിക്ക് അടിച്ചിട്ട് ഒരു ലോങ് പാസ് നമ്മുടെ നാഗി എടുത്ത് ബോൾ കൊടുക്കും. അങ്ങനെ നമ്മുടെ നാഗി, ഇസാഗി, യൂക്കിമിയ, ബാറു എല്ലാവരും കൂടെ ഫ്രണ്ടിലേക്ക് ഫോർവേഡ് കയറിപ്പോയിരിക്കും. അപ്പോഴായിരിക്കും നമ്മൾ ഇസാഗി ആലോചിക്കുന്നത് റിന്നിപ്പരും ബാക്കിൽ തന്നെയാണല്ലോ, അപ്പോൾ ഇനി ഒരു പുതിയൊരു പ്ലെയറിനെ ആവശ്യമുള്ളൂ ഫ്രണ്ട് കയറാനാണ്. അപ്പോഴാണ് നമ്മുടെ മുത്ത് വരുന്നത്, നമ്മുടെ മോൺസ്റ്റർ ബാച്ചിറ വയ്ക്കും. നീ എന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്? ഇസാഗി പറയും അത്തേടാ നിന്നെ തന്നെയായിരുന്നു എനിക്ക് വേണ്ടതെന്ന്. അതിനുശേഷം നമ്മുടെ ബാച്ചിറ പറയും പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, സംഭവം നമ്മൾ ഡിയോ ഒക്കെ തന്നെ പാസിട്ട് കയറി പോവുകയൊക്കെ ചെയ്യുമെങ്കിലും നീ എവിടെയെങ്കിലും സ്ലോ ഡൗൺ ആയാൽ നിനക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യിക്കത്തില്ലേ, ഞാൻ ഒറ്റയ്ക്ക് ഗോൾ അടിക്കുകയും ചെയ്യും, ഇവിടെ ഒറ്റയ്ക്ക് ഞാൻ ഡോമിനേറ്റ് ചെയ്യും. ഇസാഗി പറയും ശരിയടാ നീ വെയിറ്റ് ചെയ്യണ്ട, പിന്നെ ഞാൻ നിനക്ക് വെയിറ്റ് ചെയ്യുമെന്നും നീ വിചാരിക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞ് ഇവർ പുതിയൊരു അറ്റാക്കിങ് ഫോർമേഷൻ സ്റ്റൈലിൽ അവരിവിടെ ഉണ്ടാക്കും. അങ്ങനെ നമ്മുടെ ഇസാഗിയും ബാച്ചിരയും കൂടെ കട്ട് ചെയ്ത് ഓരോ പ്ലേസിനെ തട്ടി ഫ്രണ്ടിൽ പോകുമ്പോഴേക്കും നമ്മുടെ ബാർ വന്ന് നമ്മുടെ ഇസാഗിയുടെ കയ്യിൽ നിന്ന് തന്നെ ബോൾ തട്ടിപ്പറിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഇസാഗിയുടെ കയ്യിൽ നിന്ന് ആ ബോൾ നേരെ ബാച്ചിറയുടെ അടുത്തേക്ക് വരും. എന്നിട്ട് ബാച്ചിറ പറയും ശരി നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടിട്ട് ഡോമിനേറ്റ് ചെയ്ത് കളിച്ചോ, ഞാൻ എന്നാൽ പോയിട്ട് ഈ ഗോൾ അടിച്ച് ഡോമിനേറ്റ് ചെയ്ത് കാണിക്കാമെന്ന് പറയും. അങ്ങനെ ബാച്ചിര അടിച്ച ഗോളാണെങ്കിൽ ബൈസൈക്കിൾ കിക്ക് വരെ അവൻ തടഞ്ഞിട്ട് നമ്മുടെ ഷെന്തോ നേരെ ഐക്യുവിന് ആ ബോൾ അടിച്ചു കൊടുക്കും. എന്നിട്ട് ഷെന്തോ താഴത്തേക്ക് വീരുമെങ്കിലും ഐക്യു പറയും നിനക്കിനി ഒരു ഗോൾ അടിക്കാനുണ്ടാ എണ്ണിക്കടാന്ന് പറയും. ഇത് കാണുമ്പോൾ നമ്മുടെ ഷെന്തോ പറയും ശരിയാ ഞാനായിരിക്കും ജപ്പാൻ ടീമിൻ്റെ സ്റ്റാർ പ്ലെയർ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഫൈഡപ്പായിട്ട് എണ്ണിക്കും. അങ്ങനെ ഐക്യു ആണെങ്കിൽ ആ ബോൾ നേരെ നമ്മുടെ സായിക്ക് കൊടുക്കും. സായിയുടെ ബോൾ കിട്ടിയത് കണ്ട് എല്ലാ ജപ്പാനിലെ എല്ലാ ടീമും എല്ലാ പ്ലേയേഴ്സും കൂടെ ചേർന്ന് ഫ്രണ്ടിലേക്ക് പോകാൻ തുടങ്ങും, ഫുൾ ഫോർവേഡ് അറ്റാക്കിങ്ങിലേക്ക് തന്നെ. അതിന് ശേഷം നമ്മുടെ സായിയുടെ ഫ്രണ്ടിലേക്ക് കാരാസും യൂക്കിമിയും കൂടെ എത്തും. പക്ഷേ നമ്മുടെ സായി ഇവരെ രണ്ടുപേർക്കാണ് സ്കിൽഡ് ആയിരുന്നു. ഇവരുടെ ഇടയ്ക്ക് കൂടെ ഒരു പാസ് വെച്ച് കൊടുക്കും U20 ബാക്കി 2 സ്ട്രൈക്കേഴ്സിന്. അവരുടെ ഫ്രണ്ടിലേക്ക് ഹയോറി കയറി വരും. അങ്ങനെ ഹയോറിക്ക് ബോൾ കിട്ടാതിരിക്കാൻ വേണ്ടി അവൻ അവിടെ നിന്നൊരു ഷോട്ട് വെച്ച് കൊടുക്കും. പക്ഷേ അത് നമ്മുടെ റിയോ ഹെഡ് അടിച്ച് മാറ്റും. അങ്ങനെ ആ ബോൾ നേരെ ചെന്നെത്തുന്നത് നമ്മുടെ ഷെന്തോയുടെ കയ്യിലാണ്. ഷെന്തോ ആണെങ്കിൽ അവിടെ നിന്നൊരു ഷോട്ട് വെച്ച് കൊടുക്കും. എല്ലാം വേഗം ഗോൾ കയറാൻ പോവാന്ന്. അപ്പോൾ നമ്മുടെ നാഗിയും ബാറും കൂടെ വന്നിട്ട് അത് ഹെഡ് അടിച്ച് കളയും. അതിന് ശേഷം ആ ബോൾ നേരെ ചെന്നെത്തുന്നത് നമ്മുടെ സായിയുടെ കയ്യിലായിരിക്കും. സായിയുടെ ബോൾ കിട്ടിയപ്പോഴേ എല്ലാവരുടെയും ഹോപ്പ് പോയി, ഇനി ജയിക്കത്തില്ലെന്നായി. പക്ഷേ നമ്മുടെ സായിയെ തടുക്കാൻ വേണ്ടി നമ്മുടെ ഇസാഗി ഓടി അങ്ങോട്ടേക്ക് വരും. പക്ഷേ നമ്മുടെ ഇസാഗിയെ കാണുമ്പോൾ നമ്മുടെ സായി എന്ത് ചെയ്യും, ബാക്കിലേക്ക് ബോൾ പാസ് ചെയ്യും. ഇസാഗിക്കും ബാക്കിലാരെനിയുള്ളത് അപ്പരായിരിക്കും ജപ്പാൻ U20 ടീമിലെ ക്യാപ്റ്റൻ ഐക്യു ദ ഡിഫൻഡർ. അവൻ ചെയ്ത് ബോൾ ഇട്ട് അതുകൊണ്ട് പറയും നിങ്ങൾക്കറിയത്തില്ലായിരിക്കും, പക്ഷെ നിങ്ങൾക്കൊരു ബാഡ് ന്യൂസ് ഉണ്ട്, ഞാനും പണ്ടൊരു സ്ട്രൈക്കർ ആവാൻ വേണ്ടി തന്നെ കളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് എന്ന് പറഞ്ഞാൽ അവനൊരു അടിപൊളി ഷോട്ട് വെച്ച് കൊടുക്കും. എല്ലാവരും വെച്ച് തോറ്റെന്ന്. അപ്പം നമ്മുടെ ഷിറിൻ അവിടെ കയറി വന്ന് ഐക്യുവിൻ്റെ ബോളിനെ തടയും. ഇത് കണ്ട് എല്ലാവരും നെട്ടിപ്പോവും. ഗാലറിയിൽ നിന്നവരൊക്കെ ആണെങ്കിൽ വട്ടന്മാരായി പോവും. കാരണം ഈ ലെവൽ ഫുട്ബോൾ മാച്ചൊക്കെ കണ്ടിട്ട് കമൻറ്ററി പറയുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് മനസ്സിലായി ശരിയും ഇതിവിടെയാണ് അടുത്ത ഇനി ഫുട്ബോൾ
ഹീറോസിന് ജന്മം എടുക്കാൻ പോകുന്നതെന്ന്. ഇത്ര അടിപൊളിയായിട്ടുള്ളൊരു ഫുട്ബോൾ മാച്ചൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയതിന് അവരൊക്കെ ഭയങ്കരമായിട്ട് തന്നെ അവർ എന്തുവാ പറയേണ്ട തന്നെ അതിന്. അവരൊരു വേറെ ലെവലിൽ തന്നെ ഇത്ര അടിപൊളി ഒരു മാച്ച് അവർ ഇന്നേ വരെ എൻജോയ് ചെയ്തിട്ടില്ല ഈ ലെവലിൽ തന്നെ. അങ്ങനെ ഇപ്പോൾ നമ്മുടെ മാച്ച് ഇനി തീരാൻ വേണ്ടി അവസാനത്തെ 5 മിനിറ്റ് കൂടെ ഉള്ളൂ ബാക്കി. നമ്മുടെ U20 ടീമുകാർക്കാണെങ്കിൽ ഒരു കോർണറും കിട്ടി. എല്ലാവരും അവരവരുടെ പൊസിഷനിൽ പോയി നിൽക്കും ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ റിൻ ആലോചിക്കും ഇനി ഒരു ഗോളും കൂടെ, അത് ഇത്ര അടുത്ത് നിന്ന് ഈ ഒരു ഗോൾ കയറി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു, ബ്ലൂ ലോക്കിൻ്റെ സ്വപ്നം ഇവിടെ കൊണ്ട് കഴിഞ്ഞു, U20 ജയിക്കും. ശരിക്കും ഞാനായിരുന്നു എൻ്റെ ചേട്ടനെങ്കിൽ ഞാൻ ആർക്കാ ബോൾ പാസ് ചെയ്യും എന്ന് പറഞ്ഞ് റിൻ നിന്ന് ആലോചിക്കും. അങ്ങനെ ബോൾ സായി അടിക്കും. ആ ബോൾ നേരെ ചെല്ലുന്ന ഐക്യുവിൻ്റെ അടുത്തേക്ക് അടിക്കും. ഇത് നമ്മുടെ റിന് നേരത്തെ മനസ്സിലായി. റിന്നു ഐക്യുവിൻ്റെ കൂടെ ചാടും. അങ്ങനെ തലനാരിയിടയ്ക്ക് റിന്നിൻ്റെയും ഐക്യുവിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ ആ ബോൾ പോവും. ആ ബോൾ നേരെ ഷെയ്ന്തോടെ അടുത്ത് പോവും. ഷിതോയാണെങ്കിൽ ആ ബോളിനെ കിക്ക് അടിക്കാൻ വേണ്ടി പോവുകയും എല്ലാവരും തീർന്നെന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ ഇസാഗി ഫ്രണ്ടിൽ കയറി വന്ന് ഇസാഗി ആ ബോൾ ഏറി വെച്ച് തന്നെ അടിച്ച് കളയുന്നത്. ആ ബോൾ നേരെ ബാക്കിലേക്ക് പോയി നമ്മുടെ ഹയ്യൂറിൻ്റെ അടുത്ത് ആ ബോൾ വന്ന് വീഴും. അങ്ങനെ എല്ലാവരെയും ഗെയിം ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഫ്രണ്ടിലേക്ക് ഓടിപ്പോയിക്കൊണ്ടിരിക്കുമായിരിക്കും. പക്ഷെ ഒരാൾ മാത്രം അവിടെ ഫ്രീസായിട്ട് നിൽക്കും, നമ്മുടെ റിൻ. റിൻ ചോദിക്കും, ഇസാഗി നീ ഇവിടെ എന്നെ ഒറ്റയ്ക്ക് പോരാടാൻ സമ്മതിച്ചില്ല, നീ ഇതിൻ്റെ ഇടയ്ക്ക് നീ കയറി വന്നു, നീ എന്നെ ഒരിക്കലും ഒറ്റയ്ക്ക് വിടത്തില്ല, നീ എല്ലാത്തിനും എൻ്റെ കൂടെ തന്നെ നിൽക്കും, നീ എല്ലാത്തിൻ്റെ ഇടയ്ക്ക് കയറി വരും, ഇത് എൻ്റെ ഫൈറ്റ് എൻ്റെ ചേട്ടനായിട്ടുള്ള, അതിലും നീ ഇടയ്ക്ക് കയറി വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റിൻ അവനോട് തന്നെ ചോദിക്കും, ശരിക്കും എന്താ ഇവിടെ നടക്കുന്നത്? എല്ലാവരും എൻ്റെ ഒപ്പത്തിന് പിടിക്കാൻ നോക്കുന്നത് എന്തിനാ? എല്ലാവരും എന്തിനാ എന്നോട് ഒപ്പം മാച്ച് ആവാൻ നോക്കുന്നത്? എന്താ ഇവരാരും എന്നെ ഒറ്റയ്ക്ക് വിടാത്തേ? ശരിക്കും ഞാൻ ഒറ്റയ്ക്ക് തന്നെ ആണോ എന്ന് നമ്മുടെ റിൻ അവനോട് തന്നെ ചോദിക്കും. അതിന് ശേഷം അവന് മനസ്സിലാവും, അല്ല, എല്ലാവരുടെയും ആഗ്രഹം റിന്നെ പോലെ കളിക്കണം, റിൻ്റെ അത്ര എത്തണം, റിന്നെ സപ്പാസ് ചെയ്യണം, എല്ലാവർക്കും എന്നെപ്പോലെ ആവാൻ ആഗ്രഹം എന്ന് പറഞ്ഞ് നമ്മുടെ റിന്നിൻ്റെ കണ്ണുകൾ പതിയെ ചേഞ്ച് ആവാൻ തുടങ്ങും. റിന്നിൻ്റെ കണ്ണുകൾ വട്ടത്തിൽ കറങ്ങാൻ തുടങ്ങും. റിന്നിൻ്റെ ഫേസ് സ്ട്രക്ചർ മാറാൻ തുടങ്ങും. റിന്ന് തൊട്ട് ശ്രദ്ധിക്കാൻ വരുന്നവരൊക്കെ തോന്നും. റിൻ്റെ കണ്ണിൽ ഇസാഗിയെ കാണും. അട്ട് റിൻ പറയും, ഇസാഗി നിന്നെ ഞാൻ നശിപ്പിക്കുവാടാ എന്ന് പറഞ്ഞ് ഈ ഒരു അടിപൊളി എപ്പിസോഡ് ഇവിടം കൊണ്ട് തന്നെ വൈൻഡപ്പ് ആണ് ഗൈസ്. അപ്പോൾ ഗൈസ് എൻ്റെ പനിയൊക്കെ ഒന്ന് മാറി വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കുറേ തെറ്റുകൾ ഞാൻ ഈ എപ്പിസോഡിനകത്ത് വരുത്തിയിട്ടുണ്ട്. പറ്റുന്ന പോലെയൊക്കെ ശരിയാക്കാനും നോക്കിയിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ അതുപോലെയൊക്കെ തന്നെ ഒപ്പിച്ചെടുത്തേ. സോറി. പക്ഷെ നമ്മൾ അടുത്ത എപ്പിസോഡ് അത് ആബ്സല്യൂട്ട് സിനിമ പോലെ ഞാൻ ചെയ്തെടുക്കും. അതൊരു അവതാർ എപ്പിസോഡായിരിക്കും, നിങ്ങൾ മസ്റ്റായിട്ട് കാണേണ്ടതാണ്. പിന്നെ വീഡിയോ മാക്സിമം എല്ലാം ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായം എന്താ വെച്ചാൽ കമൻറ്റ് നിങ്ങൾ രേഖപ്പെടുത്തുക. ഇതിനകത്ത് കുറേ തെറ്റുണ്ട്, അതെല്ലാം നിങ്ങൾ പറയുമെന്ന് എനിക്കറിയാം. പിന്നെ വീഡിയോ കണ്ടിട്ട് പോകുന്ന എല്ലാ കൂട്ടുകാരും മേക്ക് ഷുവർ നിങ്ങൾ ലൈക്കും സബും ചെയ്യുന്ന ഉറപ്പ് വരുത്തുക. പിന്നെ നിങ്ങൾ ഇതേപോലെ തന്നെ ആനിമേ കാണുന്ന ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. സോ സീ നെക്സ്റ്റ് വീഡിയോ. ഇറ്റ്സ് മീ യുവർ എക്സ്പ്ലെയിനർ ബി സൈനിങ് ഔട്ട്. ബൈ ബൈ.